പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂലൈ 26 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ജൂലൈ 26 ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഒന്ന്, കാർഗിൽ ദിവസ്. ജൂലൈ 26 തീയതിയാണ് എല്ലാ വർഷവും ആചരിക്കുന്നത്. കൂടാതെ ഒളിമ്പിക്സ് ആരംഭിക്കുന്ന ദിവസം, പാരീസ് ഒളിമ്പിക്സ് ഇന്ന് ആരംഭിക്കുകയാണ്. ഓരോ ദിവസം നമ്മൾ കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കണം. നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേരള സാഹിത്യ അക്കാദമി 2023 ഫെല്ലോഷിപ്പുകളിലേക്ക് ആരെയാണ് തിരഞ്ഞെടുത്തത്? M.R. രാഘവാര്യരും C.L. ജോസും. കേരള സാഹിത്യ അക്കാദമി 2023 ഫെല്ലോഷിപ്പ് അവാർഡ്, ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു അവാർഡ് ആണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് അവാർഡ്. ചിത്രകാരനും എഴുത്തുകാരനുമായിട്ടുള്ള M.R. രാഘവാര്യർ കൂടാതെ നാടകൃത്തായിട്ടുള്ള C.L. ജോസ് എന്നിവരെയാണ് കേരള സാഹിത്യ അക്കാദമി 2023 ഫെല്ലോഷിപ്പുകളിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 50,000 രൂപ ക്യാഷ് അവാർഡും 2 പവന്റെ സ്വർണ്ണ ലോക്കറ്റും പ്രശസ്തി പത്രവും സർട്ടിഫിക്കറ്റ്, പൊന്നാട എന്നിവ അടങ്ങുന്നതാണ് ഫെല്ലോഷിപ്പ്. ഇപ്പോൾ M.R. രാഘവാര്യരും C.L. ജോസുമാണ് ഫെല്ലോഷിപ്പ് അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൂടാതെ സാഹിത്യ ലോകത്തിന് സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള 70 വയസ്സ് മുകളിലുള്ളവർക്കും അവാർഡ് നൽകുന്നുണ്ട്. അതിൽ എടുത്തിട്ടുള്ള വ്യക്തികളാണ് K.V. കുമാരൻ, പ്രേമ ജയകുമാർ, P.K. ഗോപി, ബക്കളം ദാമോദരൻ, M. രാഘവൻ, രാജൻ തിരുവോത്ത് എന്നിവരെല്ലാം. അതുകൂടാതെ തന്നെ നിരവധി അവാർഡുകളും ഈ ഒരു വേളയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ 2023 അവാർഡ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ, അശോക് ഹാൾ എന്നിവയുടെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം, അശോക് മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ വളരെ പ്രധാനപ്പെട്ട 2 ഹാൾ ആണ്. ഒന്ന് ദർബാർ ഹാൾ, മറ്റൊന്ന് അശോക് ഹാൾ. ഈ 2 ഹാളിന്റെ പേരാണ് മാറ്റിയിട്ടുള്ളത്. ദർബാർ ഹാൾ ഇനി മുതൽ ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാൾ ഇത് അശോക് മണ്ഡപം എന്ന പേരിലും അറിയപ്പെടും. മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും കോടതികളെയും അസംബ്ലികളെയും സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു ദർബാർ എന്ന പേര്. ആ ഒരു പേരാണ് പിന്നീട് അത് പ്രശസ്തമാവുകയും ഇന്ന് മിക്കവാറും പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും ദർബാർ ഹാൾ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ ആണ് ഇപ്പോൾ ഗണതന്ത്ര മണ്ഡപം എന്ന പേര് മാറ്റിയിട്ടുള്ളത്. കൂടാതെ അശോക് എന്ന് പറയുമ്പോൾ ഈ വാക്ക് എല്ലാ കഷ്ടപ്പാടുകളും നിന്ന് മുക്തനായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ അശോക ചക്രവർത്തിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അശോക്. അപ്പോൾ ഈ അശോക് ഹാൾ എന്ന് പറയുന്ന ഈ ഹാളിനെയാണ് ഇനി അശോക് മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്നത്. ഇന്ത്യൻ സൈന്യത്തിനും ഏത് രാജ്യത്തിനും ഇടയിൽ 2024 ജൂലൈ 27 മുതൽ ഖാൻ കോസ്റ്റ് സൈനിക അഭ്യാസം നടക്കും. മംഗോളിയ നടക്കാൻ പോകുന്ന ഒരു സൈനിക അഭ്യാസമാണ് ഖാൻ കോസ്റ്റ്. മംഗോളിയയിൽ ഈ വരുന്ന ജൂലൈ 27, അതായത് നാളെ മുതൽ ആണ് ഖാൻ കോസ്റ്റ് എന്ന എക്സസൈസ് നടക്കാൻ പോകുന്നത്. ഇത് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 9 വരെയായിരിക്കുള്ളൂ. മംഗോളിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഉലാൻ ബത്താറിൽ വെച്ചാണ് ഖാൻ കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് നടക്കാൻ പോകുന്നത്. ഇതൊരു മൾട്ടി നാഷണൽ മിലിറ്ററി എക്സസൈസ് ആണ്. അതായത് നിരവധി രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് മൾട്ടി നാഷണൽ എക്സസൈസ്. അതല്ലെങ്കിൽ സാധാരണയായിട്ട് ബൈലാറ്ററൽ എക്സസൈസ് ഉണ്ടാകാറുണ്ട്, അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള എക്സസൈസ്. ഖാൻ കോസ്റ്റ് എന്ന് പറയുന്ന എക്സസൈസ് 2003 അതൊരു ബൈലാറ്ററൽ എക്സസൈസ് ആയിരുന്നു. അതായത് അമേരിക്കയും മംഗോളിയയും തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആയിരുന്നു 2003 ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് 2008 അത് നിരവധി രാഷ്ട്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസ് ആയിട്ട് മാറ്റി. ഇന്ത്യയുടെ 500ാമത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഏത് സ്ഥലത്താണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്? ഐസോൾ, മിസോറാം. മിസോറാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഐസോൾ. ഇവിടെ ഇന്ത്യയുടെ 500ാമത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചു. ഇത് ആരംഭിച്ചിട്ടുള്ളത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആണ്. 500ാമത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചിട്ടുള്ളത് മിസോറാമിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഐസോളിലാണ്. ഇതിന്റെ പേരാണ് അപ്ന റേഡിയോ 90.0 FM. അപ്ന റേഡിയോ 90.0 FM ഈ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വനി വൈഷ്ണവ് ആണ്. മിസോറാമിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് ലാൽദുഹോമ. മിസോറാമിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ലാൽദുഹോമ 10ാമത്തെ നാഷണൽ കമ്മ്യൂണിറ്റി റേഡിയോ അവാർഡ് കൂടി പ്രഖ്യാപിച്ചു. മിസോറാം എന്ന സംസ്ഥാനം
നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന സംസ്ഥാനമാണ്. ത്രിപുര, ആസാം, മണിപ്പൂർ എന്നീ 3 സംസ്ഥാനങ്ങൾ ആണ് ത്രിപുരയുമായിട്ടുള്ള ബോർഡർ ഷെയർ ചെയ്യുന്നത്. കൂടാതെ 2 രാജ്യങ്ങളും ബംഗ്ലാദേശും മ്യാൻമാർ. ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാറിന്റെ ബോർഡർ കാത്തു സംരക്ഷിക്കുന്ന ഫോഴ്സ് ആണ് BSF. 2024 ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസിൽ ഏത് പ്രതിരോധ സേനയുടെ ആദ്യ വനിതാ ഡ്രിൽ ടീം തങ്ങളുടെ പ്രകടനം പ്രദർശിപ്പിക്കും? ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. ഈ ഒരു ദിവസം ഇന്ത്യൻ എയർഫോഴ്സ് ആദ്യമായിട്ട് ഒരു വനിതകളുടെ ഡ്രിൽ ടീം അതിൻ്റെ പ്രകടനം പ്രദർശിപ്പിക്കുകയാണ്. ഇത് കാർഗിൽ ദിവസ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ സായുധ സേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് നടത്തുന്ന പുതിയൊരു വനിതാ ഡ്രിൽ. ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഡ്രിൽ നടത്തുന്ന ഫോഴ്സ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിലെ വനിതകളുടെ അഗ്നിവീർ ടീം ആണ്. കൂടാതെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കാർഗിൽ ദിവസ്, അതായത് ഇന്ന് കാർഗിൽ വിജയ് ദിവസത്തിന്റെ ഭാഗമായിട്ട് കാർഗിലിന്റെ യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. 1999 പാകിസ്ഥാനെതിരെയായിട്ടുള്ള കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ വിജയത്തിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ഇപ്പോൾ കാർഗിൽ ദിവസ് ആയിട്ട് ആചരിക്കുന്നത്. 1999 കാർഗിൽ യുദ്ധം നടന്നിട്ടുള്ളത്. 2024 ജൂലൈ 24 ഇതിഹാസ ഗായകൻ മുകേഷിന്റെ 100ാം ജന്മദിനത്തിൽ ആദരിക്കുന്നതിനായി ഒരു സ്മരണിക സ്റ്റാമ്പ് പുറത്തിറക്കിയ മന്ത്രാലയം ഏത്? സാംസ്കാരിക മന്ത്രാലയം, കൾച്ചറൽ മിനിസ്റ്റർ. ഇതിഹാസ ഗായകൻ ആയിട്ടുള്ള മുകേഷിന്റെ 100ാം ജന്മദിനത്തിലാണ് കമംബറേറ്റ് സ്റ്റാമ്പ് അല്ലെങ്കിൽ സ്മരണിക സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് സാംസ്കാരിക മന്ത്രാലയമാണ്. ഈ ഒരു പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്നു കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇപ്പോഴത്തെ കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രിയാണ് ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. മുകേഷ് എന്നറിയപ്പെടുന്ന മുകേഷ് ചന്ദ് മാത്തൂർ അദ്ദേഹം ഇന്ത്യയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പിന്നണി ഗായകനായിരുന്നു. 53 വയസ്സായപ്പോഴും അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരിലാണ് 100ാമത്തെ ജന്മദിനത്തിൽ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. 2025 ജൂലൈയോടെ റെയിൽവേ കണക്ടിവിറ്റി കീഴിൽ വരുന്ന വടക്ക് കിഴക്കൻ മേഖലയിലെ 4ാമത്തെ തലസ്ഥാന നഗരം ഏതാണ്? ഐസോൾ. അടുത്ത വർഷം 2025 മിസോറാമിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഐസോളിൽ റെയിൽവേ കണക്ടിവിറ്റി വരാൻ പോവുകയാണ്. ഇതിലൂടെ ഗുവാഹട്ടി, അഗർത്തല, ത്രിപുരയിലെ നഹ്രാഗുൺ എന്നീ പ്രദേശങ്ങളുമായിട്ട് റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ 4ാമത്തെ ഒരു തലസ്ഥാനമായിരിക്കുള്ളൂ ഐസോൾ. ഇവിടെയും ഇനിയിപ്പോൾ 2025 ജൂലൈയിൽ റെയിൽവേ കണക്ടിവിറ്റി വരാൻ പോകുന്നത്. 2010 മുതൽ 2020 വരെ വനമേഖലയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ആദ്യ 10 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 3ാമത്. 2010 മുതൽ 2020 വരെ വനമേഖലയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ആദ്യ 10 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാമത്തേതാണ്. ഇതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അത് കഴിഞ്ഞാൽ പിന്നെ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര എന്നിവയെല്ലാം. മ്യാൻമാറിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ സൈനിക മേധാവിയുടെ പേര് ജനറൽ മിൻ ഓങ് ഹ്ലെയിങ്. മ്യാൻമാറിന്റെ സൈനിക മേധാവിയാണ് ജനറൽ മിൻ ഓങ് ഹ്ലെയിങ്. അദ്ദേഹം ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനം കൊണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. മ്യാൻമാറിന്റെ പുതിയ ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഇനി മുതൽ ജനറൽ മിൻ ഓങ് ഹ്ലെയിങ്. ഇന്നലെ ജൂലൈ 25 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി. ഇതിന്റെ ഉത്തരം മൊറാർജി ദേശായി. എന്നാൽ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് 7 പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ ആണ് നിർമ്മല സീതാരാമൻ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരള സാഹിത്യ അക്കാദമി 2023 ഫെലോഷിപ്പുകളിലേക്ക് ആരെയാണ് തിരഞ്ഞെടുത്തത്? MR രാഘവാര്യരും CL ജോസും. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ, അശോക് ഹാൾ എന്നിവയുടെ പുതിയ പേര് എന്താണ്? ഗണതന്ത്ര മണ്ഡപം, അശോക് മണ്ഡപം. ഇന്ത്യൻ സൈന്യത്തിനും ഏത് രാജ്യത്തിനും ഇടയിൽ 2024 ജൂലൈ 27 മുതൽ ഖാൻ കോസ്റ്റ് സൈനികാഭ്യാസം നടക്കും? മംഗോളിയ. ഇന്ത്യയുടെ 500ാമത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഏത് സ്ഥലത്താണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്? ഐസോൾ, മിസോറാം. 2024 ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസത്തിൽ ഏത് പ്രതിരോധ സേനയുടെ
ആദ്യ വനിതാ ഡ്രിൽ ടീം തങ്ങളുടെ പ്രകടനം പ്രദർശിപ്പിക്കും ഇന്ത്യൻ എയർഫോഴ്സ്. 2024 ജൂലൈ 24 ഇതിഹാസ ഗായകൻ മുകേഷിന്റെ 100ാം ജന്മദിനത്തിൽ ആദരിക്കുന്നതിനായി ഒരു സ്മരണിക സ്റ്റാമ്പ് പുറത്തിറക്കിയ മന്ത്രാലയം ഏത്? സാംസ്കാരിക മന്ത്രാലയം. 2025 ജൂലൈയോടെ റെയിൽവേ കണക്ടിവിറ്റിക്ക് കീഴിൽ വരുന്ന വടക്കുകിഴക്കൻ മേഖലയിലെ 4ാമത്തെ തലസ്ഥാന നഗരം ഏതാണ്? ഐസോൾ. 2010 മുതൽ 2020 വരെ വനമേഖലയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ആദ്യ 10 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? 3ാമത്. മ്യാൻമാറിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ സൈനിക മേധാവിയുടെ പേര് ജനറൽ മിൻ ഓങ് ഹ്ലെയിങ്. ഇന്ന് ജൂലൈ 26. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.